നമസ്കാരം ശ്രീ ലിൻഡോ ജോസഫ്. ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ, വയനാട് തുരങ്ക നിർമ്മാണത്തിന് പാറ തുറക്കാൻ പാരിസ്ഥിതിക അനുമതിയായിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? പാറ തുറക്കാൻ പാരിസ്ഥിതിക അനുമതി എന്നുള്ള ഒരു സെന്റൻസ് തെറ്റാണ്. നമ്മുടെ ടോട്ടൽ പ്രൊജക്ടിന്റെ ഭാഗമായി നമുക്ക് സ്റ്റേജ് 1 ക്ലിയറൻസും അതിന്റെ ഓൺഗോയിങ് വർക്കിനിടയിൽ സ്റ്റേജ് 2 ക്ലിയറൻസുമാണ് ലഭ്യമാവേണ്ടുന്നത്. ആ സ്റ്റേജ് 2 ക്ലിയറൻസ് ആണ് ഇപ്പൊ ലഭ്യമായത്. പാറ തുറക്കാനുള്ള പ്രത്യേക അനുമതി എന്നല്ല. പാറ തുറക്കാൻ അനുമതി നമുക്കുണ്ട്. പക്ഷെ അതിന്റെ മൊത്തത്തിലുള്ള പ്രൊജക്ടിന് ആവശ്യമായ സ്റ്റേജ് 1 ക്ലിയറൻസ്, സ്റ്റേജ് 2 ക്ലിയറൻസ് ആണ് വേണ്ടത്. സ്റ്റേജ് 2 ക്ലിയറൻസ് ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായത്. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. നമുക്ക് അന്തിമമായ അനുമതിയാണല്ലോ, സ്റ്റേജ് 2 ക്ലിയറൻസ് കൂടിയാണ് നമുക്ക് ലഭ്യമാവേണ്ടിയിരുന്നത്. അത് നമുക്ക് സ്റ്റേജ് 1 ക്ലിയറൻസ് നമുക്ക് പ്രവൃത്തി ആരംഭിക്കാനും പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കിട്ടേണ്ടുന്നതുമായ അനുമതിയാണ് സ്റ്റേജ് 2 ക്ലിയറൻസ്. അത് ലഭ്യമായതോടുകൂടി നമുക്ക് എല്ലാ അനുമതികളുമായി. അപ്പോൾ ഇനി മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ അതിവേഗതയിൽ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരു തടസ്സവും നമുക്ക് ഹ്രസ്വ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഉണ്ടാവാനില്ല എന്നതാണ് ഏറെ സന്തോഷകരമായ കാര്യം. അതായത് ഈ പദ്ധതിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അനുമതി വേണ്ടിയിരുന്നതും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഈ പാറ തുറക്കുന്ന യന്ത്രങ്ങളടക്കം മേപ്പാടിയിൽ എത്തിച്ചു എന്ന് അറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്നാണോ മനസ്സിലാക്കുന്നത്? അത് വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ബ്ലാസ്റ്റ് തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നല്ലോ. നമ്മൾ ഈ മാസം 27 ആദ്യം തീരുമാനമെടുത്തിരുന്നത്. പിന്നീട് അത് നമ്മൾ ഡേറ്റ് മുന്നോട്ട് മാറ്റി, CMന്റെ ഒരു ഡേറ്റ് കൂടെ ലഭ്യമാവുന്ന മുറയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോ മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ബ്ലാസ്റ്റ് നടത്താൻ ആവശ്യമായ ആലോചനകൾ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് മുന്നോടിയായി ചെയ്യേണ്ടത് മുഴുവൻ ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തീകരിച്ചു. മുന്നോടിയായി ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എർത്ത് കട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ താൽക്കാലികമായ പാലത്തിന്റെ നിർമ്മാണമുണ്ട്, അതുപോലെ ക്യാമ്പ് ഷെഡ്, അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഒരുപാട് ഹെവി മിഷനറീസ് എത്തേണ്ടതുണ്ടായിരുന്നു. താൽക്കാലികമായി ക്രഷർ യൂണിറ്റ് സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അത്തരം എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം പൂർത്തീകരിക്കാൻ വേണ്ടി കുറഞ്ഞ കാലം കൊണ്ട്, അതായത് നമ്മൾ 2025 ഓഗസ്റ്റ് മാസം ലാസ്റ്റാണ് നമ്മൾ നിർമ്മാണ പ്രവൃത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത്. ഏകദേശം 5 മാസം പിന്നിടുമ്പോഴേക്കും ഈ കടമ്പകളെല്ലാം കടന്ന് അതിവേഗതയിൽ നിർമ്മാണ പ്രവൃത്തിയും അതിനോടൊപ്പം എല്ലാ അനുമതികളും ലഭ്യമായിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള. അതിൽ പറഞ്ഞ കാര്യം തന്നെ, ഈ കടമ്പകൾ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ കടന്നാണ് എത്തുന്നത്. നേരത്തെ ഈ ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലൊക്കെ പോയിട്ടുള്ളതാണ്. അതായത് പരിസ്ഥിതിക്ക് വിനാശകരമാകുന്ന രീതിയിലാകുമോ നിർമ്മാണം എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഘട്ടം എത്തുമ്പോഴും ആ ആശങ്ക നിലനിൽക്കുന്ന ഒരു കൂട്ടരുണ്ടാകാം. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയല്ലേ? തീർച്ചയായും ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയ ഘട്ടത്തിൽ ഹൈക്കോടതി ഹർജി തള്ളുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതിനെല്ലാവിധ അനുമതികളുമുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാവിധ പരിശോധനകളും പാരിസ്ഥിതികമായിട്ടുള്ള പഠനങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ അവരുടെ ഹർജി തള്ളിയത്. ഇപ്പോ എന്താണ്, സ്റ്റേജ് 2 ക്ലിയറൻസ് കൂടി ലഭ്യമായതോടുകൂടി എല്ലാവിധ അനുമതികളും നമുക്ക് ലഭ്യമായി എന്നതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് വളരെ വേഗത്തിൽ നമ്മൾ 2029 പദ്ധതി കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ നിലയിലുള്ള വേഗതയിലുള്ള പ്രവൃത്തിയുമായിട്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയം കൂടി, ഇതിലിപ്പോ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഇതിൽ ഈ ഒരേ സമയം ഇരുഭാഗത്ത് നിന്നിട്ട് തുറക്കാനായിരിക്കും തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ഒരു നിർമ്മാണ രീതി ഇനി കടക്കുന്നത്? എത്ര ദിവസത്തിനുള്ളിലായിരിക്കും തുടങ്ങുക? നമുക്ക് ആനക്കാംപോയിൽ സൈഡിലാണ് വേഗത്തിൽ ആരംഭിക്കാൻ കഴിയുന്നത്. ആനക്കാംപോയിൽ സൈഡിൽ അധികം മണ്ണ് മാറ്റാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസം ആദ്യം തന്നെ തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും. പാറ തുരക്കുന്ന പണികൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ 2 ഫേസ് ആയിട്ടാണ് ഈ മൊത്തം 4 ഫേസ് ആണ്. ആനക്കാംപോയിൽ സൈഡിൽ 2 ഫേസ്, 2 ടണലിന്റെ ടിൻ ട്യൂബ് ആയതുകൊണ്ട് 2 ടണലിന്റെയും 2 ഫേസ്, അതുപോലെ തന്നെ മേപ്പാടി സൈഡിലും 2 സൈഡിലും 2 ഫേസ്, അങ്ങനെ 4 ഫേസ് ആയിട്ട് ടിൻ ട്യൂബ് ടണലിന്റെ പ്രവർത്തികൾ ആരംഭിക്കുക. ആനക്കാംപോയിൽ സൈഡിൽ ആദ്യവും 1 മാസം കൂടി കഴിയേണ്ടി വരും, ഏകദേശം 1 മാസം കൂടി കഴിയേണ്ടി വരും. മേപ്പാടി സൈഡിൽ പ്രവൃത്തി ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി മണ്ണ് മാറ്റി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മാസം 1.5 മാസത്തിനുള്ളിൽ മേപ്പാടി സൈഡിലും ആനക്കാംപോയിലും ഈ പറഞ്ഞ ഫസ്റ്റ് മാസം, ഈ മാർച്ച് മാസം ഫസ്റ്റ് തന്നെയും പാറ തുറക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും താങ്ക് യു. ലിൻഡോ ജോസഫ് MLA ആണ് നമ്മളോട് പ്രതികരിച്ചത്.